ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ചക്കയുടെ ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ അത് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ഈ ചക്കേനെ ഒന്നിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂഴച്ചക്കയാണെങ്കിൽ ഇങ്ങനെ വേവിക്കണ്ട. ഇതിപ്പോൾ വരിക്കച്ചക്ക ആയതുകൊണ്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഇച്ചിരി ശർക്കരപ്പാനി ഒഴിക്കാം. ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇച്ചിരി മധുരത്തിന് ആവശ്യമായിട്ട് നമുക്ക് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഇത് ഒരു വിസിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ശർക്കര പാനി ഒഴിച്ചേക്കണോണ്ടേ ചിലപ്പോൾ അടുക്കി പിടിക്കും. അപ്പോൾ ഒരു വിസിൽ മതിയാവും ഇത് വേകാനായിട്ട്. അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി, 1 മൂടി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അല്പം ഈസ്റ്റ് വേണം. ചെറു ചൂടുവെള്ളത്തിൽ ഇച്ചിരി പഞ്ചസാര ഇട്ട് വെച്ചിരിക്കുകയാണ് ഞാൻ. അതിനകത്തേക്ക് ഇച്ചിരി നമുക്കൊരു അര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടു. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ആവി പോയിട്ടുണ്ട്. നമുക്കൊരു കുഴച്ച് വയ്ക്കാനുള്ള പാത്രത്തിലേക്ക് വെക്കാം. ഇനി വേറെ വെള്ളമൊന്നും ചേർക്കരുത്. ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് ഇത് കുഴച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്ത് നമ്മൾ ഇനി ഗോതമ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കണം. 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി ഇഷ്ടമില്ലാത്തവർക്ക് വറുത്ത അരിപ്പൊടി ഉപയോഗിക്കാം കേട്ടോ ഇതിന് പകരം. ഇത് ചൂടാറിയിട്ട് കുഴച്ച് വെച്ചാലും മതി കേട്ടോ. ഞാനിത് ഇച്ചിരി തിരക്കുള്ളതുകൊണ്ട് ഞാനങ്ങനെ പെട്ടെന്ന് ഇത് കുഴച്ച് വെച്ചതാണ്. ചൂടാറുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യുമ്പോൾ ചൂടാറിയിട്ട് കുഴച്ചാൽ മതി കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. എന്നിട്ട് ഈസ്റ്റ് കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കൈ കൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഇതുപോലെ കുഴച്ച് വെച്ചിട്ട് ഒരു 6 മണിക്കൂർ പൊങ്ങാൻ വയ്ക്കാം നമുക്ക്. അതിന് ശേഷം നമുക്ക് അട ഉണ്ടാക്കാൻ തുടങ്ങാം. എന്താ നമ്മുടെ അട 6 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് അല്പം ഏലക്കാപ്പൊടിയും ഇച്ചിരി സോഡാപ്പൊടി ഇടണം. നമുക്കൊരു 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കുറച്ച് സോഡാപ്പൊടി. ഈ സോഡാപ്പൊടി നമുക്കൊരു ഇച്ചിരി വെള്ളം ഒഴിച്ച് ചാലിച്ചിട്ട് ഇതിലേക്ക് ഇടാം. നമുക്ക് ഈ ഏലക്കാപ്പൊടിയും സോഡാപ്പൊടിയും എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ കൈകൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ എണ്ണ പുരട്ടി ഒഴിച്ച് വേവിക്കാം. അപ്പോൾ ഒരു ഇച്ചിരി കൂടി മാവ് ലൂസാക്കി എടുക്കണം. ഇതിപ്പോൾ നമ്മൾ വാഴയിലയിൽ അട പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മാവിനെ ഈ വാഴയിലയിൽ ഇത് കുമ്പിൾ കുത്തണം കാണിച്ചത്. ഇങ്ങനെ നമ്മളൊരു കുമ്പിൾ കുത്തണം. ഇത് ഇച്ചിരി കൂടി ലൂസാക്കി എടുക്കുകയാണെങ്കിൽ ഇനി വാഴയില കിട്ടാത്തവർക്ക് നമ്മൾ ഇഡലി തട്ടയിൽ അതിൻ്റെ കുഴിയിൽ ഇച്ചിരി എണ്ണ തടവി അതിലേക്ക് ഒഴിച്ച് ഉണ്ടാക്കിയാലും മതി. അല്ലെങ്കിൽ പ്ലേറ്റിൽ എണ്ണ തടവി വെച്ചും വട്ടയപ്പം ചുടുന്ന മാതിരി ചുട്ടു കൊടുക്കാം കേട്ടോ. ഇത് ഒരു വാഴയിലയുടെ ഇതും കൂടി നമുക്ക് കിട്ടുമല്ലോ. ടേസ്റ്റും മണവും എല്ലാം നാച്ചുറൽ. എല്ലാ അടയും ഇങ്ങനെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കാം. ഒരു 10-15 മിനിറ്റ് ആവി കയറി കഴിയുമ്പോൾ ഇത് വെന്തിരിക്കും. നമുക്കിത് എന്തായാലും നോക്കാം. ഇതെല്ലാം ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ടേസ്റ്റായിട്ട് ഇങ്ങനെ ഈ വാഴയിലൊക്കെ നല്ല വാടി ടേസ്റ്റായിട്ട് ഒന്ന് മുകളിലേക്ക് ആക്കി കൊടുക്കാം. 5 മിനിറ്റ് കൂടി ഒന്നുകൂടി ആവി കയറിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ.
നമ്മുടെ അടയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതാ നമ്മുടെ ചക്കയട റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് കണ്ടോ, കാരണം നമുക്കൊന്ന് പൊളിച്ച് നോക്കേ. ഇത് കണ്ടോ, ഈ ഒരു അടയും കട്ടൻ ചായ ഉണ്ടെങ്കിൽ വൈകുന്നേരത്തെ കടി ഉഷാറാണ്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് എല്ലാവരും ഇതുപോലെ ചക്ക കിട്ടുമ്പോൾ ചക്ക വെച്ച് ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ചക്കയടയാണ്. വെറുതെ പറയാല്ല, നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.